ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡും അതുപോലെ തന്നെ ഇതിലേക്കൊരു 5 രൂപയുടെ ബൂസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 4 ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു ബൂസ്റ്റ് പാക്കറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബൂസ്റ്റിൻ്റെ പാക്കറ്റല്ല, അതിൻ്റെ ഉള്ളിലുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇനി നമുക്കിതിലേക്കൊരു 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിൽ കൂടുതലായി പോകരുത് കേട്ടോ. ഇത് കൂടുതൽ കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഇത്രയും തന്നെ മതി. എന്നിട്ട് നമ്മളെ ഈ ഒരു പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാരമലിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിന്ന് ഫുള്ളാവുന്ന രീതിയിൽ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇത്രയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കാരമലിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാരമൽ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ അത് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇത് സെറ്റായിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരമലൊക്കെ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലൊരു ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് ആവിയുടെ വെള്ളം ഉറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്കത് ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ചെറിയ കുറച്ച് ഹോൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഇത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് ഇത് 20 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേവുന്ന സമയത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളമായിട്ടൊന്നും ഇല്ലെങ്കിൽ, അതായത് ആ ഒരു പാലിൻ്റെ മിക്സ് കത്തിയിലില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ അത് ഈ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ എടുത്തിട്ട് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെറിയൊരു ചൂട് ഉണ്ട് കേട്ടോ ഇത് എടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തണുത്തിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ചെറുതായിട്ട് അത് അവിടെ നിന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സാവധാനം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ തണുപ്പിക്കാതെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് ബൂസ്റ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്